ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത് രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ സ്വർഗത്തിലെ ദൈവം ഈ എളിയവനും നൽകി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം കരയറ്റും. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. 4ാമത്തെ വയസ്സിൽ മരിച്ചു പോകുമെന്ന് അമ്മയുടെ അപ്പൻ ജാതകം എഴുതിയിരുന്നു. കൃപയാൽ 55ാമത്തെ വയസ്സ് പൂർത്തിയാകാൻ പോകുകയാണ്. ഒരു സ്തോത്രം പറയാൻ മനസ്സുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രലൂയ. ഈ ജാതകം എഴുതുന്നവന്റെ കയ്യിലല്ല, ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതം ഇരിക്കുന്നത്, നമ്മുടെ ഭാവി ഇരിക്കുന്നത്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു സൃഷ്ടിതാവുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ ദൈവത്തിന്റെ കരത്തിലാണ് ഒരു ദൈവ പൈതൽ എന്നോർത്ത് എത്ര പേർക്ക് കരമടിച്ച് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി മനസ്സുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ആയിരിക്കണമെന്നത് ദൈവത്തിന്റെ മുൻനിർണയമാണ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഭയെ ദൈവം വളർത്തട്ടെ, വർദ്ധിപ്പിക്കട്ടെ, ഉള്ളവരെ ദൈവം നിലനിർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരല്പസമയത്ത് ദൈവ വചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12ാം അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാലും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 12ന്റെ 11ാമത്തെ വചനം. മതി, ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമ്മോട് അറിയിക്കേണ്ട ആലോചനകൾ സ്വർഗം നമ്മെ കേൾപ്പിക്കേണ്ടതിന്. വചനം കേവലം പ്രസംഗിക്കുകയല്ല, കേൾക്കുകയല്ല, വചനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം, അതിൻ്റെ തന്മയോടെ എല്ലാ ജീവിതങ്ങളുടെ മേലും വിടുതലായി പരിണമിക്കും എന്ന വിശ്വാസത്തോടെ ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, വചനത്തിനായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, അത് വിഭാഗിച്ച് നൽകേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ കർത്താവേ, ഇവിടെ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത് രാത്രി, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ സ്വർഗം അടിയനം നൽകി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ, കുടുംബം, ഈ സഭയിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ആമേൻ, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആത്മീയ ആരാധനയുടെ ഭാഗമാകാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ ദൈവവചനത്തിനായി സ്തോത്രം കരയറ്റുന്നു. ആ 12ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്നതോർത്ത് അടിയൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ആ വിടുതൽ ഞങ്ങൾ ഒരുമിച്ച് അനുഭവിച്ച് പത്രോസ് കാരാഗ്രഹത്തിനകത്ത് നിന്ന് പുറത്തു വന്നതുപോലെ കർത്താവേ സ്തോത്രം, ചില മേഖലകളിൽ ദൈവമക്കൾ പുറത്തു വരുന്ന ആമൻ ഒരിക്കലും ആമൻ സ്തോത്രം ഹല്ലേലൂയ അകത്തിട്ട് താഴിട്ട് പൂട്ടാൻ ദുഃഖമണ്ഡലങ്ങൾ പദ്ധതികൾ ഒരുക്കിയാൽ അവകളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ദൈവകൃപയുടെ വ്യാപാരത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചു തുടങ്ങുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. മാനുഷിക ബുദ്ധികൾക്ക് അതീതമായി, മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായി ഞങ്ങളുടെ നടുവിൽ ആത്മാവാം ദൈവം പരിവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം കരയറ്റുകയാണ്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്തെല്ലാം ഇതിനകത്ത് ചെയ്യാൻ ഇന്നലകളിൽ നിർണയിച്ചിട്ടുണ്ടോ
അത് മുഴുവൻ ഈ ജനം അനുഭവിച്ച് മടങ്ങുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിനെതിരെ വെല്ലുവിളിക്കുന്ന സകല മാനുഷിക പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയം പ്രഖ്യാപിക്കുന്നു. പുത്രനെ വചനത്തിലൂടെ സ്വർഗം മഹത്വപ്പെടുത്താൻ പോകുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുകയാണ്. താഴ്ത്തി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചാലും യേശുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ ആമേൻ. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം ഏറെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ കർത്താവിന് ദാസൻ ഈ യോഗത്തെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് ഓടി വന്ന ഒരു ചിന്താഭാഗമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ തയ്യാറാക്കുന്നത്. എത്രയോ ഇടത്ത് ഞാൻ ഈ ഭാഗം പങ്കുവെച്ചിരിക്കുന്നു. അവിടെയെല്ലാം ഒരുപോലെ പ്രസംഗിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയും നിങ്ങൾ ഏത് നിലകളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമോ ആ നിലകളിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമായ ആത്മീക മന്ന നൽകും എന്നതിന് യാതൊരു സംശയവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് കാരാഗ്രഹത്തെ പശ്ചാത്തലം ഒന്നും പറഞ്ഞു നിൽക്കാൻ എന്റെ മുമ്പിൽ സമയം പോരാ. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. യാക്കോബ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പീഡയുടെ കാലഘട്ടമാണ്. ഹെരോദാവ് അതിനു വേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. ഒരുവൻ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ യഹൂദാജനം മുഴുവൻ സന്തോഷത്തോടെ ആർപ്പിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആനന്ദത്തോടെ ഹല്ലേലൂയ. സമൂഹത്തിൽ ജനം മുഴുവനായിരിക്കുമ്പോൾ ജനത്തെ വീണ്ടും തൃപ്തിപ്പെടുത്തേണ്ടതിന് ആനന്ദത്തിലേക്ക് നയിക്കേണ്ടതിന് ഹെരോദാവ് ആവേശകരമായ അനുഭവങ്ങളിലൂടെ വരികയാണ്. എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെരോദാവിന്റെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് പൈശാചിക മേഖലകളെ അട്ടിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസിന് സുബോധം വന്നിട്ട് പത്രോസ് പറയുന്ന ഒരു ഭാഗമാണ്, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയും നാം അറിയണം, ഹല്ലേലൂയ, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്, ബന്ധനങ്ങളെ അറുത്തു മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ബന്ധിക്കാൻ പിശാച് തയ്യാറായ ബന്ധനം അഴിക്കാൻ എന്റെ യേശു മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഹല്ലേലൂയ, ഹെരോദാവിന് ഒരു പ്രതീക്ഷ, യഹൂദാ ജനത്തിന് ഒരു പ്രതീക്ഷ, പത്രോസിന് ഒരു പ്രതീക്ഷ, ദൈവത്തിന് പത്രോസിനെ കുറിച്ച് മറ്റൊരു പ്രതീക്ഷ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയാലും നമ്മൾ അറിയേണ്ടിയത് ദൈവത്തിന്റെ പദ്ധതിയെ നടക്കൂ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 24-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ ഒന്ന് നിർണയിച്ചിരിക്കുന്നു. രാമൻ പറയാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ കരം നീട്ടിയിരിക്കുന്നു, അത് മടക്കാകുന്നവനാർ. ഞാൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് ദുർബലമാക്കുന്നവനാർ. ദൈവസഭയെ കുറിച്ച്, ഓരോ കുടുംബങ്ങളെ കുറിച്ച്, ഓരോ വ്യക്തികളെ കുറിച്ച് ദൈവത്തിന് ഒരു നിർണയമുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവകൾക്കെതിരെ മനുഷ്യൻ എഴുന്നേറ്റേക്ക, എന്നാൽ ആത്യന്തികമായ വിജയം ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന തന്റെ ജനത്തിനാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം കരയറ്റുകയാണ്.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് ത്രികാല അനുഭവങ്ങളുണ്ട്. ഒന്ന് ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങളാണ്, വർത്തമാനകാലത്തിൻ്റെ അനുഭവങ്ങളാണ്, ഭാവി കാലത്തിൻ്റെ അനുഭവങ്ങളാണ്. ദൈവമക്കൾ അറിയേണ്ടിയത് ഇന്നലകളിൽ സംഭവിച്ചത് എനിക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം വരെയുള്ള കാര്യാദികൾ എന്തെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കുവാനായി കഴിയുക. എന്നാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ലോകത്തിന് അറിയില്ല, പിശാചിന് അറിയില്ല. എന്നാൽ അറിയാവുന്ന ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന് കാൽവരി കൊലക്കളത്തെ രക്തവരെ ഊറ്റി തന്ന് പിശാചിന്റെ സകല പദ്ധതികളെയും അതിജീവിച്ച് മരണമേ നിന്റെ ജയമെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് 3-ാം ദിവസം ഉത്തരം ചെയ്ത് ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. അവന് സകലതും അറിയാം, അവിടത്തേക്ക് സകലതും അറിയാം. ദൈവം അറിയാതെ ഒരു നന്മയും സംഭവിക്കത്തില്ല, ഒരു തിന്മയും നമ്മുടെ മേൽ വെളിപ്പെട്ട് വരത്തില്ല. ആ വിശ്വാസമെങ്കിലും പെന്തക്കോസ്തുകാർക്ക് കുറഞ്ഞതുണ്ടാകണം. ഓലപ്പാമ്പ് കാട്ടി പലമാതിരി കോലത്തിൽ നമ്മുടെയൊക്കെ വീട്ടിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിന് മേഖലകളിൽ, തൊഴിൽ മേഖലകളിലൊക്കെ വെല്ലുവിളിച്ച് പോരാടുമ്പോൾ അതിൻ്റെ നടുവിൽ നാം ഉറക്കെ പറയണം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തൊന്നും സംഭവിക്കത്തില്ല. നാട്ടുകാർ എന്തും പറയട്ടെ, വീട്ടുകാർ എന്തും പറയട്ടെ, കുടുംബക്കാർ എന്തും പറയട്ടെ, എൻ്റെ ഭാര്യ സ്തോത്രം എന്തും എന്നെ കുറിച്ച് പറയട്ടെ, അതിൻ്റെ നടുവിൽ യേശുവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? ഈ 7-ാം ദിവസം നിങ്ങൾ രാത്രി വിടുതലോടെ മടങ്ങാൻ പോവുകയാ. ചില പൈശാചിക മേഖലകൾ തകരുന്ന രാത്രിയാണ്, അന്ധകാര മണ്ഡലങ്ങൾ തകരുന്ന രാത്രിയാണ്, അടയപ്പെട്ട വഴികൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രി നമ്മെ നോക്കി പറയാനുള്ളത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കത്തുള്ളൂ. അവസാന മിനിറ്റിലും നടക്കത്തില്ലെന്ന് സാഹചര്യം മുഴുവൻ പറയുമ്പോൾ അത് നടക്കേണ്ടതാണെങ്കിൽ നടത്തി തരുന്ന ഒരു ദൈവമുണ്ട്. അത് നാം ആരാധിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേലിന് പറയാൻ കഴിയും, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ സിംഹത്തിന്റെ കുഴിയെ തീരേണ്ടവനല്ല, ഞാൻ പുറത്ത് വരേണ്ടവനായതുകൊണ്ട് സിംഹത്തിന്റെ വായ അടയ്ക്കാൻ ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. Praise the Lord, hallelujah. ആമേൻ, സ്തോത്രം. രാജാവ് പറഞ്ഞു, ആമേൻ, സ്തോത്രം, അവന്റെ ജീവിതം തീർന്നെന്ന്, ആമേൻ, സ്തോത്രം, അവന്റെ ശുശ്രൂഷ തീർന്നെന്ന്, ആമേൻ, സ്തോത്രം, അവന്റെ പദ്ധതിയല്ല, ആമേൻ, സ്തോത്രം, തീർന്നെന്ന്. എന്നാൽ സ്തോത്രം, ദാനിയേലിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ദാനിയേലിന്റെ പദ്ധതിയല്ല, ദാനിയേലിന്റെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ പദ്ധതി നടക്കത്തില്ല, നിന്റെ കുടുംബത്തിന്റെ പദ്ധതി നടക്കത്തില്ല. ദൈവം നിന്നെ കുറിച്ച് വിചാരിച്ചത് പോലെ അത് സാധ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൂതുടെ ആ ഭാഗത്ത് ഞാൻ പറയാം. സ്തോത്രം. രാജാവിനും മറ്റുള്ളവർക്കും സിംഹത്തിന്റെ കുഴിയിൽ പോയവർ തിരിച്ചു വന്നിട്ടില്ലെന്നൊരറിവ് അവർക്കുണ്ട്. ഇതുവരെ അതിനകത്ത് പോയവർ തിരിച്ചു ജീവനോടെ വന്നിട്ടില്ല. എന്നാൽ അവരുടെ അറിവിന് അട്ടിമറിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്.
എന്ത് വിചാരിച്ചുകൊണ്ട്, എന്ത് ചിന്തിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം ദാനിയേലിനെതിരെ ആമേൻ ഹല്ലേലൂയ അവർ കരം നീട്ടിയോ, ആമേൻ സ്തോത്രം അത് യാഥാർത്ഥ്യമാകാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. എന്താ സംഗതി എന്നറിയാമോ? ദാനിയേലിനെ കുറിച്ച് മറ്റൊരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനും നിങ്ങളും ദൈവിക പദ്ധതിക്കകത്തുള്ളവരാ, മനുഷ്യന്റെ പദ്ധതിക്കകത്തുള്ളവരല്ല, പ്രവാചകന്റെ പദ്ധതിക്കകത്തുള്ളവരല്ല. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. പാസ്റ്റർ പറയുന്ന ആ പദ്ധതിക്കകത്ത് ആമേൻ സ്തോത്രമായി തീരുന്നവരല്ല ഞാനും നിങ്ങളും. ആമേൻ ഹല്ലേലൂയ. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഇന്ന് രാത്രി ഇവിടെ വരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലകളിൽ യേശുവിനെ അറിയുമെന്ന് എത്ര പേരാ ചിന്തിച്ചിട്ടുള്ളത്? എന്നാൽ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നത്, അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഓ ഹല്ലേലൂയ. ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് തീരെ ഇഷ്ടമല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഹല്ലേലൂയ. അല്പം ഇഷ്ടമല്ല. പക്ഷേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. സ്തോത്രം പറയാമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല, വലിയ വലിയ പ്രതികൂലങ്ങളാണ്. ആമേൻ സ്തോത്രം. കേവലം SSLC വിദ്യാഭ്യാസം മാത്രമുള്ള ആമേൻ സ്തോത്രം ഹല്ലേലൂയ, വലിയ പഠിപ്പില്ലാത്ത, വലിയ പാരമ്പര്യം പറയാൻ ഒന്നുമില്ലാത്ത ആമേൻ സ്തോത്രം ഞാൻ എന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട 300-ലധികം വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു സഭയുടെ പാസ്റ്ററാകുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതല്ല. പക്ഷെ എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒരു ചരിത്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. 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 നീറി പുകയുന്ന ചില മേഖലകൾക്കകത്ത് ആമേൻ കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളുടെ ആത്മാവിന്റെ തൊടൽ ഇന്ന് രാത്രി സ്വർഗം അയക്കുന്ന രാത്രിയാണ്. കർത്താവ് നിന്നെ അതിനകത്ത് നിന്ന് കുരുക്കുകളെ അടിച്ച് ഇന്ന് രാത്രി ചിലരെ കർത്താവ് പുറത്തെടുക്കുന്ന രാത്രിയാകെ ഞാൻ കർത്താവിനെ സ്വത്രം കരയറ്റുകയാ. ആ കരമഴിച്ച വിടുതൽ ഏറ്റെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് വനാന്തരത്തിൽ കിടക്കുന്നവനല്ലേ? അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൻ. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഒരു സ്തോത്രം പറയാൻ മനസ്സുണ്ടോ? ദാവീദ് തന്നെ കുറിച്ച് പറഞ്ഞതാണ്. സ്തോത്രം. എനിക്കിനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, ഞാൻ ഈ വനാന്തരം കൊണ്ട് ഒടുങ്ങേണ്ടവനാണ്, എനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. അതിൻ്റെ നടുവിലും എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം തരണമേ എന്ന് കണ്ണുനീരോടെ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരത്തും പ്രാർത്ഥിച്ച് തൻ്റെ ഭക്തനെ കുറിച്ച് വിചാരിച്ചൊരു സ്വർഗമുണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദാവീദ് വനാന്തരത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോ കേൾക്കാൻ അപ്പനും അമ്മയും ഇല്ല, കുടുംബക്കാരാരുമില്ല. എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിലും അവനെ അറിയുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. സ്തോത്രം. അവന്റെ വിശ്വസ്തത ദൈവത്തിന് മുമ്പാകെ തെളിവായിരുന്നു. അപ്പന്റെ ഒരാട് നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ ഇഷ്ടമല്ലായിരുന്നു. ഒരു സ്തോത്രം പറ.
അപ്പനും അമ്മയ്ക്കും അവനെ ഇഷ്ടമല്ലെങ്കിൽ അപ്പനും അമ്മയും ഏൽപ്പിച്ച ചുമതല വിശ്വസ്തയോടെ ചെയ്യാൻ അവൻ ദാവീദിന് മനസ്സുണ്ടായിരുന്നത് കൊണ്ട് അവനെ ദൈവം ഓർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് വിശ്വസ്തത പുലർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ പശ്ചാത്തലം എന്തുമാകട്ടെ, ചെറ്റമാടത്തിനകത്താകട്ടെ, ചാണകം മെഴുകിയ തറയാകട്ടെ, അപ്പനും അമ്മയും അറിയപ്പെടാത്തവരാകട്ടെ, അവർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാകട്ടെ, അതൊന്നും വിഷയമല്ലേ. നിന്നെ അതിനകത്ത് നിന്ന് പൊക്കിയെടുത്ത് പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്ത്, ആ രാജകീയ സിംഹാസനത്തിൽ ഇരുത്ത്. എന്റെ ദൈവം മതിയായ ദൈവം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത വിചാരം, ദാവീദിന് അവനെ കുറിച്ചില്ലാത്ത വിചാരം ദാവീദിനെ കുറിച്ച് അവന്റെ ഉടമസ്ഥനായ ദൈവത്തിനുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാകുക എന്നുള്ളത് ഇസായിയുടെ ഭവനത്തിൽ പ്രവാചകനെ പറഞ്ഞയക്കുന്ന ദിവസം ദൈവത്തിനുണ്ടായതല്ല. അവൻ ഇസായിയുടെ ഭവനത്തെ ജനിക്കുന്നതിനും അനാദികാല നിർണയത്തിന് മുമ്പേ സ്വർഗം തീരുമാനിച്ചത് അന്ന് അവിടെ നടപ്പിലായത്. പ്രൈസ് ദി ലോർഡ്. മുഖവും പൊക്കവും നോക്കിയൊക്കെ അഭിഷേകം ചെയ്യാൻ പ്രവാചകൻ ചാടി എഴുന്നേൽക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ അവനെ കണ്ടിട്ടില്ല. നിന്റെ സമയം വരുന്നതിന് മുമ്പ്, നിനക്കൊരവസരം വരുന്നതിന് മുമ്പ് ചാടിക്കയറി ആ തസ്ഥാനത്തിരിക്കാൻ, ആ നന്മ അനുഭവിക്കാൻ ഒരുത്തനെയും ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്കൊരാമേൻ പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് വരേണ്ടവരെ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ ആരാധിക്കേണ്ടവരെ ഇതിനകത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതിനകത്ത് വിടുതൽ അനുഭവിക്കേണ്ടവൻ വേറെ എവിടെ പോയാലും അവന് വിടുതൽ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ എല്ലായിടത്തുമുണ്ട്, അടയാളങ്ങൾ എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഒരുവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം ഇവിടെ വന്ന് ഭക്തന്മാരുടെ കൈവപ്പിനായി, ഭക്തന്മാരുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിന് ശുശ്രൂഷയായി ഇവിടെ നടക്കേണ്ട വിടുതൽ മറ്റൊരിടത്തും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ ദൈവം ഉയർത്തിയില്ലേ? എന്ത് യോഗ്യത ഉണ്ട്? ഒറ്റ യോഗ്യത, ദൈവം അവനെ കുറിച്ച് ഓർത്തു. ഒരു സ്വത്രം പറഞ്ഞേ, ഒരു സ്വത്രം പറഞ്ഞേ. ദൈവം അവനെ കുറിച്ച് വിചാരിച്ചു. ആ നിർണയത്തെ തിരുത്തി കുറിക്കാൻ ശൗലിന് കഴിഞ്ഞില്ല. ശൗലിന്റെ പടയാളികൾ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. ശൗല് പുറകെ നടന്നത് കൊണ്ട് സാധിച്ചില്ല. ഒരു സ്വത്രം പറഞ്ഞ എത്ര ഒരു മനസ്സുണ്ട്? ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേർ, നിന്റെ വലതുവശത്ത് 10,000 പേർ വീണാൽ അത് നിന്റെ അടുക്കൽ വരാൻ അനുവദിക്കാതെ അതിർവരം വിട്ട് മാറ്റി നിർത്തുന്ന, നിന്റെ സമയം വരുമ്പോൾ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഞാൻ ആ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഒറ്റ സന്ദേശമാണ് അതിനകത്തുള്ളത്. ദൈവം വിചാരിച്ചതുപോലെ നടക്കത്തുള്ളൂ, ദൈവം നിർണയിച്ചതുപോലെ നടക്കത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയെ നടക്കത്തുള്ളൂ. ആമേൻ. ആ വിചാരം നടക്കില്ല, മാന്ത്രിക പരിപാടികൾ നടക്കില്ല, ഒരു ദൂഷന്റെ പദ്ധതികൾ നടക്കില്ല. നിനക്കെതിരെ ചിലത് എഴുതി എന്ന് പറഞ്ഞ്, ചില പേപ്പറുകൾ നീക്കി എന്ന് പറഞ്ഞ്, ചില അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിച്ചെന്ന് പറഞ്ഞ് ആത്മാവിന് രാത്രി ആരോടൊക്കെ ദൂത് പറയുന്നു, വചനത്തിന് ദൂത് വിളിച്ചു പറയുന്നു. ഇല്ല, അതിന് എന്റെ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ആ കൈ എത്തിപ്പിടിക്കേണ്ട മേഖലകളെ എത്തിപ്പിടിക്കണം നീ ആണെങ്കിൽ ദൈവം മറ്റൊരാളെ അതിനെ അനുവദിക്കില്ല.
അതതിന്റെ സമയത്ത് സകലത് ഭംഗിയായി നിവർത്തിക്കുന്നു. ഒരു ദൈവമുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് പലപ്പോഴും സങ്കടപ്പെട്ടു പോകുന്നത് ഇത്രയുമൊക്കെ കഠിനമായ സ്വാധീനയിലൂടെ പോയ ചാന്നോ ഒരു വിടുതൽ പിടികിട്ടിയോ? ഇത്രയുമൊക്കെ എതിരുകളൊക്കെ അനുഭവിച്ചാണോ ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയുന്നത്? സ്തോത്രം. നമുക്കിതൊന്നും ചോദിക്കാൻ വ്യവസ്ഥയൊന്നുമില്ല. ദൈവസഭ അറിയണം, പ്രത്യുത്തരം പറയാൻ പാടില്ല, പെറുപെറുക്കാൻ പാടില്ല. ദൈവം അറിയാതെ അല്ല ആ പരീക്ഷയിലൂടെ നീ കടന്നു പോകുന്നത്, ആ കഠിന ശോധനയിലൂടെ നീ കടന്നു പോകുന്നത്. ആ സ്തോത്രം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പൊന്നുപോലെ പുറത്തു വരേണ്ടതിന്, ഓ മാനപാത്രമായി നീ മാറേണ്ടതിന്, നീ ശോഭയുള്ള ഒരു തലത്തിലേക്ക് എത്തപ്പെടേണ്ടതിന്, ഇന്നലെ വരെ വേണ്ടെന്ന് പറഞ്ഞവർക്ക് വേണമെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കണമെങ്കിൽ ചില തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്ന് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അത് വേണ്ടെന്ന് പറയരുത്. അതിനപ്പുറത്ത് ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, ഒരു ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ചിന്തിക്കാറില്ലേ, നമ്മൾ യേശുവിനെ അറിഞ്ഞവരല്ലേ, സ്നാനപ്പെട്ടതല്ലേ, അഭിഷേകം പ്രാപിച്ചതല്ലേ? സ്തോത്രമല്ലേലൂയ. എന്തിനാ ഈ വെല്ലുവിളി, ഈ പ്രതികൂലങ്ങൾ, ഈ പോരാട്ടങ്ങൾ എന്ന് നമുക്ക് തോന്നാറുണ്ട്. തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടായി പ്രശ്നം കുഴപ്പമുണ്ടായേ, സ്നാനപ്പെട്ടത് കൊണ്ടായി കുഴപ്പമുണ്ടായേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. യാക്കോബ് യേശുവിൻ്റെ ശിഷ്യനാകാതിരുന്നെങ്കിൽ ഈ കൊല്ലപ്പെടേണ്ടി വരുമായിരുന്നു. പത്രോസ് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് യേശുവിൻ്റെ കൂടെ നടക്കാതിരുന്നെങ്കിൽ ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. ഒരു ന്യായമായ ചോദ്യമല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പദ്ധതി ഉള്ളവന് എതിരെ വെല്ലുവിളികളുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികം പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ വെല്ലുവിളിയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പാരായണം ചെയ്യുന്ന നിനക്ക് പോരാട്ടങ്ങളുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി അവൻ നെഞ്ചും നെറ്റിയും കൊടുത്ത് നിലകൊള്ളുന്ന ഒരു ദൈവത്തിന്റെ പൈതനെതിരെ പോരാട്ടങ്ങൾ ഉണ്ട്. സ്തോത്രം. പ്രമാണമൊന്ന് മുറുകെ പിടിച്ചു നോക്ക്, ഭക്തി ഒന്ന് മുറുകെ പിടിച്ചു നോക്ക്. പള്ളി വരാം, പാടാം, വേദോത്വം കയ്യിലുണ്ട്, ഹല്ലേലൂയ. പുറത്ത് ഭക്തിയും അകത്ത് കത്തിയുമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു സ്വത്രം പറഞ്ഞേ, സ്വത്രമൊക്കെ സൂത്രത്തിൽ പറയുന്ന ആളുകളില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററേയും പറ്റിച്ച്, ഹല്ലേലൂയ, വീട്ടുകാരെയും പറ്റിച്ച്, നാട്ടുകാരെയും പറ്റിച്ച്, എൻ്റെ ഭാഷയിൽ പറയും ദൈവത്തെ പോലും പറ്റിച്ച് ജീവിക്കുന്ന പെന്തക്കോസ്തുകാർ നമുക്ക് ധാരാളം ഇന്ന് സമൂഹത്തിൽ കാണാനായി കഴിയുക. അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിശാചിന് പോലും അവനെ വേണ്ട. മനസ്സിലാകുന്ന ഒരു സ്വത്രം പറ. പിശാചിന് പോലും അവനെ വേണ്ട. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കൃപയിലൊന്ന് നോക്ക്, ജ്വലിച്ച് പ്രകാശിക്കാൻ തയ്യാറായി നോക്ക്. മറ്റൊരാളെക്കാൾ അഭിഷേകത്തിലൊന്ന് ആരാധിച്ചു നോക്ക്, ഒന്ന് പ്രാർത്ഥനയിൽ പോരാടി നോക്ക്. ഒരു ദിവസം പോലും ഉപവസിക്കാതെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് മടങ്ങുന്നവർക്ക് കുഴപ്പമില്ല. 21 കുത്തി ഇരുന്ന് നോക്ക്. അവൻ നിനക്കെതിരെ ഇല്ലാത്ത പ്രതികൂലം മുഴുവൻ വരും, എന്നാൽ അതിനെ അണച്ചു കളയുന്നു, അതിനെ തീർപ്പ് കൽപ്പിക്കുന്നു. ഓ പത്രോസിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവിടെ ആ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. എന്താ എല്ലാരെയും പീഡിപ്പിക്കാത്ത? സ്വത്രം. എല്ലാരെയും പിശാചിന് വേണ്ട. സ്വത്രം പറഞ്ഞേ, ചിലരെ, ചിലർക്കെതിരെയാ നോട്ടം, ചില കുടുംബങ്ങൾക്കെതിരെ നോട്ടം, ചില ശുശ്രൂഷകന്മാരെ നോട്ടമിടുന്ന
ദുഃഖ മണ്ഡലമുണ്ട്, ഹേരോദ്യ വ്യാപാരങ്ങളുണ്ട്. അതിൻ്റെ ജയം തരുന്നൊരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കാരമൊന്ന് തട്ടി ആത്മാവിന് സ്വത്രം പറഞ്ഞ് എല്ലാ ദൈവമക്കളെ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഓ ശമന ആ ചിലരിൽ ഒരാൾ നീയെങ്കിൽ നീ ഇന്ന് വേദനിക്കുന്നെങ്കിൽ ആ വേദന മാറാൻ പോവുക. നീ ഇന്ന് അടയ്ക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നീ പുറത്ത് വരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചില സമയത്ത് പറയാറില്ലേ, ഇത്രയൊക്കെ നന്നായി ജീവിച്ചിട്ടും സ്വത്രം ആക്കും എന്നെ ഇഷ്ടമല്ല, എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല. സ്വത്രം പറ, ആർക്കും ഇഷ്ടമല്ല. സ്വത്രം അന്നയ്ക്ക് വേണമെങ്കിൽ പറയാം, ഏലിക്കും എന്നെ മനസ്സിലായിട്ടില്ല. ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ചിലർക്ക് മനസ്സിലാവില്ല, ചിലർക്ക് ഒരു പിടിയും കിട്ടില്ല. സ്തോത്രം. യോബിൻ്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞൊരാഴം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അവർക്കത് മനസ്സിലാകാത്തതിനായി സ്തോത്രം എന്ന് പറയാൻ തയ്യാറാകാമോ? ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെട്ടു വരുന്നത്. പക്ഷെ ആ സമയത്ത് നീ കൃപയിലാണെങ്കിൽ, യോബിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ്റെ വാക്കുകൊണ്ട് പാപം ചെയ്തില്ലെന്ന്. ഒരു സ്വത്രം പറയാമോ? എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ സാക്ഷ്യം പ്രാപിച്ച ഭക്തനായ യോബിനെ കുറിച്ച് സ്വർഗം പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ ആധരം കൊണ്ട്, അവൻ്റെ ഒരു വാക്കുകൊണ്ട് അവൻ പാപം ചെയ്യാൻ തയ്യാറായില്ല. ഓ ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ വരുമ്പോഴും, എല്ലാ വെല്ലുവിളികളും ജീവിതത്തിന്റെ മേഖലകളിൽ വരുമ്പോഴും വചനത്തിനകത്തൊന്ന് നിൽക്കാൻ, അഭിഷേകത്തിനകത്തൊന്ന് നിൽക്കാൻ, ദൈവം തന്ന കൃപയ്ക്ക് അകത്തൊന്ന് നിൽക്കാൻ. ആമൻ. യോശുവയോട് ദൈവം പറഞ്ഞ പോലെ, ആമൻ സ്തോത്രം, ഹല്ലേലൂയ, മോശ എന്റെ പ്രമാണം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല എന്നതുപോലെ ആ വചനത്തിന് അകത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ കഠിനമായ ശോധനയ്ക്കകത്ത് ഞാൻ നിങ്ങൾ നിൽക്കാൻ തയ്യാറായ അതിനകത്ത് പുറത്തു കൊണ്ടുവരേ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ പീഡിപ്പിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ്. പിശാചിന് ഒരു കാര്യം അറിയാം. മോശ ജനിക്കുമ്പോഴേ ഒരു കാര്യം പിശാചിനറിയാം, ഇത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ മോശയെ സംരക്ഷിക്കേണ്ടത് സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, മോശയുടെ ഉത്തരവാദിത്വം അല്ല. മനസ്സിലാകുന്നുണ്ടോ? മോശയുടെ അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വം അല്ല, പെങ്ങളുടെ ചുമതലയല്ല. മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളതായിരുന്നത് കൊണ്ട് മോശയുടെ ജനനത്തിന് മുൻപ് തന്നെ മോശയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം സ്വർഗം ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്വർഗം ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത്. നൈൽ നദിയിൽ പല കുഞ്ഞുങ്ങളും എറിയപ്പെട്ട് സ്തോത്രം മരണപ്പെടുമ്പോ മോശയെ പോലുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണോ നീ? സ്തോത്രം, നിന്നെ തൊടാൻ നൈൽ നദിയെ ദൈവം അനുവദിക്കത്തില്ല, സൂതി കർമ്മിണികളെ ദൈവം അനുവദിക്കത്തില്ല, ഫറവോനെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ ദൈവിക പദ്ധതിക്കകത്തുള്ളവന് സ്തോത്രം, ശത്രുവിന്റെ കയ്യെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവം. ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ അടുത്ത സമയത്ത് പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ കൂടെ ഉണ്ട് പ്രിയരെ. ഞാനിതുമായി ബന്ധപ്പെട്ട ഒന്ന് പങ്കുവെക്കുന്ന ആളിൽ ഇവിടെ ആ ഭാഗം എടുത്ത് വരുന്നത് കൊണ്ട് ഞാനൊന്ന് പങ്കുവെച്ച് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
സ്തോത്രം. ആ കുഞ്ഞിന് ഞാങ്ങണ പെട്ടകത്തിനകത്ത് കിടത്തി സ്തോത്രം കീഴ് തേച്ച് നൈൽ നദിയിൽ വെച്ചു. ഒരു സ്വത്രം പറഞ്ഞ്, ഒരു സ്വത്രം പറഞ്ഞ്. ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടവൻ ഹല്ലേലൂയ വചനമെന്ന പെട്ടകത്തിനകത്ത് കിടക്കും. ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പെട്ടകം സമം വചനം, വചനം സമം ഹല്ലേലൂയ സുരക്ഷിതത്വം. വചനത്തിനകത്തുണ്ടെങ്കിൽ അവർക്കൊരു സുരക്ഷിതത്വമുണ്ട്. ഓ, പാളയത്തിന് പുറത്തുള്ളതിനെ കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. പാളയത്തിനകത്ത്, വചനത്തിനകത്ത്, പെട്ടകത്തിനകത്ത്, പ്രമാണത്തിനകത്ത്, ദൈവകൃപയ്ക്കകത്ത്, അഭിഷേകത്തിനകത്ത്, ദൈവ പദ്ധതിക്കകത്ത് ഉണ്ടെങ്കിൽ ഒരു നൈലും നിന്നെ മുക്കത്തില്ല. എത്ര പേർ ആവേശത്തോട് സ്വത്രം പറയാൻ തയ്യാറാണ്? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നൈൽ നദിക്കകത്ത്, നൈൽ നദിയെ വചനമെന്ന പെട്ടകത്തിനകത്ത് കിടക്കുന്ന ആ കുഞ്ഞിനെ അവന്റെ പെങ്ങളിതാ നോക്കിക്കൊണ്ടിരിക്കുകയാ. ഒരു സ്വത്രം പറഞ്ഞാട്ട്, ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ട്. ആ കുഞ്ഞിനെ നോക്കുക എന്ന ചുമതലയാണ് സഭയ്ക്കുള്ളത്. ഒരു സ്വത്രം പറഞ്ഞേ, ആ സ്വത്രം പറഞ്ഞേ. ദൈവിക പദ്ധതിക്ക് അകത്തുള്ള വ്യക്തികളെ നോക്കുക, നോട്ടമിടുക, പ്രാർത്ഥനയിൽ നോക്കുക, ദൈവ കൃപയോടെ നോക്കുക, അധികാരത്തോടെ നോക്കുക. ദൈവിക പദ്ധതിക്കകത്തുള്ളവനെ വചനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്തുള്ള ഒന്നിനെ തകർക്കാൻ ദൈവ ശത്രുവിന് അനുവാദം കൊടുക്കില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചുമ്മാതല്ല ഹല്ലേലൂയ മോശയുടെ പെങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ചിന്തിക്കണം, അവൾ ആഹാരം കഴിക്കാൻ പോവില്ല, വെള്ളം കുടിക്കാൻ പോവില്ല, ഒരു കാര്യത്തിനും പോവില്ല. സ്വത്രം. അവൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് പെട്ടകത്തിനകത്തിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച്. ഒരു സ്വത്രം പറഞ്ഞ്. ഈ ഉത്തരവാദിത്വം സഭ ഏറ്റെടുക്കുമ്പോഴാണ് ജനം വിടുവിക്കപ്പെടുന്നത്, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകരോട് ഞാൻ പറയാ, നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നുള്ള 3-5 കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവ അധ്യാപകരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നൈൽ നദിയിൽ മുങ്ങിപ്പോകാതെ, ഫറവോന്റെ കണ്ണിൽ പെട്ടുപോകാതെ ആ കുഞ്ഞിനെ നോക്കേണ്ടിയ ചുമതല ഇവിടെയുള്ള സൺഡേ സ്കൂൾ അധ്യാപകരതയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു നല്ല സ്വത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാഹചര്യത്തിന്റെ നൈൽ നദി എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന നൈൽ നദിയാ. സ്വത്രം. എന്തുകൊണ്ടാണ് ദുർഗന്ധം വമിക്കുന്നത്? പിള്ളേരെയെല്ലാം വലിച്ചെറിയല്ലേ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം ചത്ത് വീഴുന്ന നൈൽ നദിയാ. എൻ്റെ ചോദ്യം, തമ്പുരാട്ടിക്ക് വേറെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലായിരുന്നോ? ഒരു സ്വത്രം പറഞ്ഞേ. കൊട്ടാരത്തിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തതുകൊണ്ടാണ് നൈൽ നദിയിലേക്ക് വന്നേ. ഇനി വല്ല കാലത്തും ഒന്ന് ആറാടാൻ ഹല്ലേലൂയ തമ്പുരാട്ടി നൈൽ നദിയിൽ വരാറുണ്ടായിരിക്കാം. ഓക്കെ, ശരി. പക്ഷെ ഈ സാഹചര്യത്തിൽ വന്നെങ്കിലോ? ഒരു സ്വത്രം പറയാം. എത്ര പേരുണ്ട്? ആ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ അടുത്ത സമയത്ത് ഞാനും പുസ്തകം കുറേ കാലം കൊണ്ട് ഹല്ലേലൂയ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് ആ പ്രകാശനം ദൈവാത്മാവിൻ്റെ അകത്ത് തന്നത് ഹല്ലേലൂയ ഒരിക്കലും വരാൻ സാധ്യതയില്ല. എന്നാൽ സ്തോത്രമല്ലേലൂയ വചനമെന്ന പെട്ടകത്തിനകത്ത് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുക. ഒരു സഭയുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം സ്വർഗം ഏറ്റെടുത്ത് എത്തിക്കേണ്ട ഇടത്ത് ആ കുഞ്ഞിനെ സുരക്ഷിതത്വത്തോടെ ആ സഭയെ, ആ കുടുംബത്തെ, ആ വ്യക്തിയെ എത്തിക്കാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്.
നിങ്ങളിന്ന് കൈ നീട്ടി കാല് നീട്ടി അങ്ങോട്ട് ചരിഞ്ഞ് ഇങ്ങോട്ട് ചരിഞ്ഞ് ഒക്കെ ഇരുന്നോ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാനും പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, ആമേൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഉണ്ടായിരുന്നത് കൊണ്ട്, എന്നെ ഉപദേശിക്കുന്ന ഒരു കുടുംബം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ ആ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ചിലരെ കൈനീട്ടും. അവർ പ്രയോജനമുള്ളവരാണ്. അവർ കർത്താവിൽ പ്രസിദ്ധരാകേണ്ടവരാണ്. അന്ത്യകാല ശുശ്രൂഷയുടെ ഭാഗമാകേണ്ടവരാണ്. മിണ്ടുന്നില്ല. ഇത് പാസ്റ്റർമാരുടെ കുത്തകയൊന്നുമല്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഒരു പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനോ, ഒരു പാസ്റ്റർ സനൽകുമാറോ, അല്ലെങ്കിൽ മറ്റൊരു ദൈവദാസന്റെയോ കുത്തകയൊന്നുമല്ല ഇത്. എന്നെ രക്ഷിച്ചത് ദൈവം തന്നെയാ. നിങ്ങളെയും രക്ഷിച്ചത്, എന്റെ മേൽ പകർന്ന അഭിഷേകമാ നിങ്ങളുടെ മേലുമുള്ളത്. അസാധാരണമായ ഒരു തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ 2025 സഭയുടെ വളർച്ചയ്ക്ക് ദൈവം ഈ സഭയിലെ ദൈവമക്കളെ തൊടാൻ പോവുകയാ. ദൈവമക്കളെ ഉപയോഗിക്കാൻ പോവുകയാ. സ്വർഗം നിങ്ങൾക്ക് അധികാരം കൈമാറാൻ പോവുകയാ. ആലോചന കൈമാറാൻ പോവുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കാര്യം തട്ടി കർത്താവിനെ സ്വത്രം പറഞ്ഞ്. കർത്താവിന് പ്രയോജനമുള്ള ചിലർ ഇതിനകത്തുമുണ്ട്. അവരെ കർത്താവ് പുറത്തെടുക്കുന്ന നാളുകളാണിത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് നീ വേട്ടയാടലുകൾക്കകത്താണ്, കുറ്റാരോപണങ്ങൾക്കകത്താണ്, വേദനയുടെ അകത്താണ്. കർത്താവ് നിന്നെ പുറത്തെടുക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുകയാണ്. ശിവന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രയോജനമുള്ളവര്, ദൈവിക പദ്ധതിയിൽപ്പെട്ടവര് ആമേൻ പിശാച് നോട്ടമിട്. ആമേൻ സ്തോത്രം. അവരെ പീഡിപ്പിക്കാൻ ശത്രുമണ്ഡലം തയ്യാറാകുക. അവർക്കുള്ളത് മുഴുവൻ നശിപ്പിച്ചു കളയാൻ, അവിടെ വഴിയെ കൊട്ടിയടയ്ക്കാൻ പിശാച് ശ്രമിക്കുക. എന്നാൽ ആ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടിട്ട് ദൈവത്തിന്റെ പദ്ധതി അതുപോലെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവ ചോദിക്കും, നിങ്ങള് പാസ്റ്ററെ യാക്കോബ് എന്തിനാ കൊല്ലപ്പെട്ടെ? അത് ദൈവത്തിന്റെ ഹിതം. ഒരു സ്വത്രം പറ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ ഹിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യു പിയിൽ എന്താ പാസ്റ്ററെ ഇത്രയും ഭയങ്കര പ്രതികൂലം? അത് ദൈവത്തിന്റെ ഹിതം. ഒരു സ്വത്രം പറഞ്ഞ്. ഞാൻ ഇപ്പോൾ 2 ആഴ്ച യു പിയിലായിരുന്നു. എന്തോ ഒരു കഷ്ടം പാസ്റ്ററെ. ഗ്രാമങ്ങളിൽ പോകാൻ പറ്റില്ല, ഒരു ട്രാക്റ്റ് കൊടുക്കാൻ പറ്റില്ല, ഒരു സുവിശേഷ പ്രതി കൊടുക്കാൻ പറ്റില്ല. അതിനകത്തും സ്തോത്രം, ഹല്ലേലൂയ, സിംഹക്കുട്ടികളുണ്ട്, പുലിക്കുട്ടികളുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചാകുന്നെങ്കിൽ ചാകാന്ന് പറഞ്ഞ് രാവിലെ ബാഗിനകത്ത് ട്രാക്റ്റും എടുത്ത് കയറ്റി വേദപുസ്തകത്തിനൊരു പ്രതിയും വെച്ച് ഗ്രാമങ്ങൾ സന്ദർശിക്കുന്ന പുലിക്കുട്ടികളെ ഞാൻ കണ്ടു. അത് പറയുന്നതാ സത്യം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടവരാ. സ്തോത്രം പറ. 200 പേർ ആരാധിച്ചു കൊണ്ടിരുന്ന സഭ തല്ലി തകർത്തു. ആ ദൈവത്തിന്റെ ദാസൻ കട്ടിച്ച് രക്ഷപ്പെട്ട് പഞ്ചാബിലേക്ക് പോയി. ആ സഭ ഇന്ന് പൂട്ടിക്കിടക്കുകയാ. അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു പാസ്റ്റർ ചെന്ന് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരാമയം പറയില്ലേ? ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മളൊക്കെ ചോദിച്ചു പോകും, ഈ പാസ്റ്ററെ അവിടെ പോയുമ്പോഴത്തേക്കും ആർക്കും പിടിക്കാൻ വയ്യ, നിയമത്തിന് പ്രശ്നമില്ല, മറ്റവന് രാത്രിക്ക് രാമനം പഞ്ചാബിലേക്ക് പറഞ്ഞയച്ച ദൈവം എന്താണ്? അവിശ്വസ്തനാണോ? ഇത് നീതിയാണോ? ഇത് ന്യായമാണോ എന്ന് നമുക്കൊക്കെ ചോദിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില വെല്ലുവിളികളൊക്കെ ഉണ്ട്. പിടിച്ചു നിൽക്കാനൊന്ന് തയ്യാറായാൽ കാറ്റ് അടങ്ങ്,
കടലെ ശാന്തമാക എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആമൻ യുപിക്കകത്ത് വെളിപ്പെട്ടു വരും. ഈ കൊച്ചു കേരളത്തിനകത്ത് വെളിപ്പെട്ടു വരും. ആറ്റിങ്ങലും കിളിമാനൂര് ആമൻ മലയോര മേഖലകളില് കടലോര പ്രദേശങ്ങളില് അവിടുത്തെ നാമത്തെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Praise the Lord. യാക്കോബ് കൊല്ലപ്പെട്ടു. ഒരു ദൂതയുടെ ആ ഭാഗത്ത് കയറി പറയാം, അത് ദൈവത്തിന്റെ ഹിതമാണ്. എന്നിരുന്നാൽ പോലും താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം സഭ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കയറിയപ്പോഴാ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു സ്വത്രം പറയാമോ? ഒരു സ്വത്രം പറയാമോ? യാക്കോബ് കാരാഗ്രഹത്തിനകത്ത് പോയപ്പോ സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, വളരെ നല്ലത്. പക്ഷെ കേവലം പ്രസംഗം മാത്രമാകരുത്. പ്രാർത്ഥനയിൽ പോരാടാൻ സമയങ്ങൾ വേർതിരിക്കണം. കൊണ്ണിയൂർ സഭ 103 വർഷത്തെ പാരമ്പര്യമുള്ള സഭയാണ്. അല്ലു എന്നെക്കാൾ പ്രാപ്തരായ കരുത്തുറ്റ കഴിവുള്ള അനേക ഭക്തന്മാർ ഇരുന്ന സീറ്റില് കൃപയാൽ 9 മാസം കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നത്. അവിടെയുള്ള പല ആളുകളും എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത്രയും ആളുകൾ ഉപവാസ പ്രാർത്ഥന സാധാരണ വരുന്ന പതിവില്ലെന്ന്. ഒരു സ്വത്രം പറയുന്നേ. ഏകദേശം 300-ലധികം ഉണ്ട് പാസ്റ്ററെ. ആകപ്പാടെ ഹല്ലേലൂയ ഒരു 6, 7, 8 പേര് പോയിട്ട് ആ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയകത്ത് ബാക്കി എല്ലാം വീട്ടിൽ ഇരിക്കാൻ ദൈവം അനുവദിച്ചില്ല. എല്ലാം അകത്ത് വന്നു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. പക്ഷേ അവർക്ക് പരിമിതമായൊരു സമയം കൊടുത്ത് വചനത്തിലൂടെക്ക് അവസരം കൊടുത്തേച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ പ്രാർത്ഥനയിൽ പോരാടാൻ കർത്താവ് എനിക്കൊരു നിയോഗം തന്നു. അത് അവരോട് ഞാൻ പങ്കുവെച്ചു. അവരും പലരും എന്റെ കൂടെ നിൽക്കാൻ തയ്യാറായി. മനസ്സിലാകുന്ന ഒരു സ്വത്രം പറ. മനസ്സിലാകുന്ന ഒരു സ്വത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് ആരാധിക്കുമ്പോൾ വിടുതൽ നടക്കും, ചിലത് പ്രാർത്ഥിക്കുമ്പോഴേ വിടുതൽ നടക്കും. ഒരു സ്വത്രം പറ. ചിലത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിടുതൽ നടക്കും. എന്നാൽ ഞാൻ പുസ്തകത്തിനകത്തുകൂടെ മനസ്സിലാക്കുന്നത് സ്തോത്രം യേശു ചിലത് കൽപ്പിച്ചപ്പോ അത്ഭുതങ്ങൾ നടന്നെന്നാണ്. യേശുവിന്റെ നാമത്തെ രാത്രി മുഴുവൻ ഒറ്റക്കിരുന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവ ബലം ഏറ്റെടുത്ത് പുറത്തിറങ്ങുന്ന യേശു കർത്താവ് സ്തോത്രം അകത്ത് പ്രാർത്ഥിച്ച് പുറത്ത് കൈവച്ചപ്പോ കണ്ണുകൊണ്ട് നോക്കിയപ്പോ സ്തോത്രം കരം കൊണ്ട് തൊട്ടപ്പോ ഒരു വാക്ക് കൽപ്പിച്ചപ്പോ ജനത്തിനവേ വിടുതൽ വ്യാപരിച്ചു. പ്രാർത്ഥന എവിടെയുണ്ടോ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥന ഏത് സഭയിലുണ്ടോ ആ സഭ വളർന്നിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പേര് ഉപവാസ പ്രാർത്ഥന, പക്ഷെ നടക്കുന്നത് മുഴുവൻ പ്രസംഗം. ഒരു സ്വത്രം പറഞ്ഞ്. ഇവിടത്തെ കാര്യമല്ല വാസ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വത്രം. കർത്താവ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇപ്പൊ പള്ളിയെല്ലാം അടഞ്ഞു കിടപ്പുണ്ട്. ഒരു സ്വത്രം പറ. ഇത് കോവിഡും കൊറോണയോ? സ്വത്രം, സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആലയം ദൈവം തന്നത് അടച്ചിടാനല്ല, തുറന്നിടാൻ വേണ്ടിയാ. സ്വത്രം, സ്വത്രം. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകൾ നാളെ മുതൽ വരും. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് ദൈവം തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ ചെയ്യുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഉപവാസം ഉള്ളത് കൊണ്ട് പള്ളിക്കകത്ത് വന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് വചനം കേട്ട് കുഴപ്പമൊന്നുമില്ല, സന്തോഷ. 21 കഴിയുമ്പോൾ വിടുതൽ നോ നടക്കാൻ പോണില്ല. പക്ഷെ നീ പ്രാർത്ഥിക്കുക. ഇതിനകത്ത് ബുടങ്ങൾ മടക്കുമ്പോൾ അത്ഭുതം നീ കാണുക. ഈ 21 കഴിഞ്ഞാൽ ആലയത്തിനകത്ത് വന്ന് പ്രാർത്ഥനയെ പോരാടാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ ഓർക്കുന്നൊരു ദൈവം വരാൻ പോവുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാ. പ്രാർത്ഥിക്കുന്നവരെ ലോകം അറിയില്ല, പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയും. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ.
അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട് ചിലർ പുറത്തു വരാൻ തയ്യാറാകണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ട്, ഒരു സഭയിൽ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ ആ വിശ്വാസ കുടുംബങ്ങളിൽ എന്തെങ്കിലും വരുന്നതിന് മുമ്പ് ഉപദേശിക്ക് കർത്താവ് ആലോചന കൊടുത്തിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്, ഏത് പള്ളിയിൽ പോണ ആളാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പ്രാർത്ഥനയിൽ പോരാടുന്നൊരു ദൈവവൈതലാണെങ്കിൽ ദേശത്ത് അനർത്ഥം വരുന്നതിന് മുമ്പ് അത് കർത്താവ് നിന്നെ കാണിച്ചിരിക്കും. ഒരു സ്വത്രം പറഞ്ഞാട്ട്, ഒരു സ്വത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 9 മണി വരെ പോവുക, ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാലും പ്രസംഗം തീരൂല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ബൈജു പാസ്റ്ററും പ്രസംഗിച്ച് കൊതി തീരാത്തൊരു പാസ്റ്ററാണ്, ശുശ്രൂഷിച്ച് കൊതി തീരാത്തൊരു പാസ്റ്ററാണ്. സത്യമല്ലേ പാസ്റ്ററെ? സത്യമാണ്, സത്യമാണ്. എനിക്കറിയാം. ഞാൻ എത്രയോ വട്ടം അദ്ദേഹം ശുശ്രൂഷ അനുഭവിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ണിയൂർ ഞാൻ ഈ ഏടിന് വിളിച്ചതാണ്, അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് വന്നില്ല. അത് ഇന്നുവരെ കൊണ്ണിക്കകത്ത് കയറിയിട്ടില്ല. ഞാൻ കയറ്റും. ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അവിടെ ആളൊക്കെ വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കുറേ അണ്ണന്മാർ വന്നിരിപ്പുണ്ട് അഭിഷേകം പ്രാപിക്കാത്ത. ഇനി ഇദ്ദേഹത്തെ വിളിച്ച് വേണം ഇവരെ ഒന്ന് റെഡിയാക്കി എനിക്കൊന്ന് എടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കൊണ്ണിയിൽ വിളിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടാൽ മതി. ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു യാക്കോബ് കാരാഗ്രഹത്തിന് കിടന്നപ്പോൾ സഭ മൈൻഡ് ചെയ്തില്ല. പഴയകാല സഭ എന്ന് പറയുന്നത് ഒരു വിശ്വാസ കുടുംബത്തിൽ ഒരാളിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ സഭ വിഷയമായിട്ടെടുക്കുമായിരുന്നു. സത്യമല്ലേ? ഞാൻ CSIയിൽ ജനിച്ചെങ്കിലും വളർന്നത് മുഴുവൻ പെന്തക്കോസ്തിലാണ്. ബിഗിനർ മുതൽ സീനിയർ വരെ പെന്തക്കോസ്തുകാരനായിട്ടാണ് ഞാൻ ജീവിച്ചത്. ഇന്നും അത് തന്നെ. സ്വന്തം പറയാമോ? ഇന്നത്തെ കുഴപ്പം, ഒരു വിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നാൽ മറ്റ് വിശ്വാസം തിരിഞ്ഞു നോക്കൂല. ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ സ്ഥിതിക്ക് ഒരു മാറ്റം യുവാസ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായത്. കൈയോട് കൈ കോർത്ത് പിടിച്ച് നിൽക്കണം. അവൻ്റെ വേദന എൻ്റെ വേദനയാ, അവൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാ, അവൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമാ. ഇങ്ങനെ പറയുന്ന ഇടത്ത് ദൈവപ്രവർത്തി വെളിപ്പെട്ടു വരുന്നത്. മറ്റൊരിടത്തും പോവില്ല ഇവർ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു സഭയുണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നം വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കുറെ ദൈവമക്കൾ അതിനകത്തുണ്ട്. എല്ലാവരും അതിനകത്ത് കാണില്ല. അതിനകത്ത് പ്രാർത്ഥനയുടെ ശേഷിപ്പായിട്ട് കുറെ ആളുകളെ ദൈവം അതിനകത്ത് വേർതിരിക്കും. ഒരു സ്തോത്രം പറയുന്നേ, ഒരു സ്തോത്രം പറഞ്ഞാട്ട് സഭ വളരും. ആദ്യത്തെ പ്രവൃത്തി ചെയ്താൽ, ആദ്യത്തെ പ്രാർത്ഥനയിലേക്ക്, ആദ്യത്തെ ആരാധനയിലേക്ക്, ആദ്യത്തെ ആത്മീക അനുഭവങ്ങളിലേക്ക് പെന്തക്കോസ്ത് സഭ മടങ്ങി വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത്രയ്ക്കോ വിറ്റത് ഓന്ന് പറഞ്ഞാൽ അവിടെ നിലത്തി വീഴുന്നൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം പറ. എന്നാ പരിപാടിയും കാണിച്ച പെന്തക്കോസ് പള്ളിക്കകത്ത് കയറി വരാൻ പറ്റില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? വെള്ള ചട്ട ഇട്ടോണ്ടോ മുണ്ടിട്ടോണ്ടോ വന്നത്. ഞാൻ ഞായറാഴ്ച ഇതായതുകൊണ്ട് ഇന്ന് രാത്രി ഇതിട്ടെ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനകത്തല്ല വിശുദ്ധി തെളിയുന്നേ, അകത്ത പ്രവൃത്തിയില, കയ്യടിയിലല്ല, തുള്ളലിലല്ല, അഭിഷേകത്തിലല്ല, അഭിനയത്തിലല്ല. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത് വചനത്തിനകത്ത് വേർപെട്ട് ജീവിക്കുന്ന ഒരു ദൈവ വൈതലുണ്ട്. അതിനകത്ത് ദൈവ മഹത്വം ഇറങ്ങി വരും. ഞാനിത് എന്തിനാണ് പറയുന്നത് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. സഭയൊന്നും മടങ്ങി വരണം, സഭയൊന്നും മടങ്ങി വരണം. ദൈവകൃപയിലേക്ക്, വചനത്തിലേക്ക് ഒന്ന് മടങ്ങി വരണം. ഹല്ലേലൂയ. ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ട്, ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ട്, ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ട്.
സ്തോത്രം. ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരായി മാറാൻ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർ ചിലതിനോട് നോ പറയാൻ തയ്യാറാകേണ്ടവരാണ്. ചിലയിടത്ത് അവർക്ക് പോകാൻ പറ്റില്ല. ചിലപ്പോ വാ പൂട്ടി മിണ്ടാതിരിക്കേണ്ടി വരും. സ്തോത്രം പറഞ്ഞാട്ടെ. അവരാ ആ ശേഷിപ്പിനകത്തുള്ളവർ. അവരാ ആ ശേഷിപ്പിനകത്തുള്ളവർ. ഇന്ന് പകൽ ഞാൻ ഹല്ലേലൂയ പ്രസംഗിച്ച സമയത്ത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ദിവസമാണല്ലോ. ഇന്നല്ല നമുക്കറിയാം. ഇന്നെന്ന പോലൊരു ദിവസം. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നല്ല സ്തോത്രം പറയണവരാണ്, എനിക്കറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഞാൻ ഇന്ന് പകല് പ്രസംഗിച്ചുകൊണ്ട് നിന്നത്. അവിടെ ഞാൻ പറഞ്ഞ ചില പ്രധാനപ്പെട്ട ചിന്തകൾ എൻ്റെ അകത്തിങ്ങനെ തികട്ടി വരികയാണ്. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി ഒരുവൻ വിധേയപ്പെട്ടു കൊടുക്കാൻ തയ്യാറാവുകയാ. മറുപടി പറയാൻ യേശുവിന് അറിയാൻ മേലാഞ്ഞോണ്ടല്ല. മുഖത്ത് തുപ്പിയപ്പോ യേശുവിന് തിരിച്ചു ചോദിക്കാൻ അറിയാൻ മേലാന്നുകൊണ്ടല്ല. അനേക ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് വാ പൂട്ട് മിണ്ടാതിരിക്കാൻ തയ്യാറായി. ഓ ഹല്ലേലൂയ. അത് യേശുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. ഒറ്റ ചോദ്യത്തിനാ യേശു മറുപടി കൊടുത്തത്, നീ യഹൂദന്മാരുടെ രാജാവാണ്. പിന്നല്ല, ഞാനല്ല, വേറെ ആരാ? നീയാണോ? ഒരു സ്വത്രം പറഞ്ഞേ. എടാ കുറുക്ക, നീ അല്ല, ഞാൻ തന്നെയാ. ഒരു സ്വത്രം പറഞ്ഞേ, ഒരു സ്വത്രം പറഞ്ഞേ. ആ പറഞ്ഞത് ആ മേലിൽ എഴുതി വെച്ച്. ഒരു സ്വത്രം പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ആ ക്രൂശിന്റെ മേളിൽ എഴുതി വെച്ചെന്ന് യഹൂദന്മാരുടെ രാജാവെന്ന്. അവന്മാർക്ക് പിടികിട്ടിയില്ല എന്ന് സ്വർഗത്തിന് അതിന്റെ കാര്യം അറിയാമായിരുന്നു. എനിക്കും നിങ്ങൾക്കും ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു മേലെടുത്തുണ്ട് എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഓ ഹല്ലേലൂയ. അന്ന് മേളിൽ എഴുതി വെച്ചത് യേശുവിനും അറിയാമായിരുന്നു, നാട്ടുകാർക്ക് അറിയാൻ മേലായിരുന്നു. ആ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ഒരു മേലെടുത്തുണ്ട്, അത് നമുക്കറിയത്തില്ല, ദേശത്തിനറിയാം. ഇതേ വ്യത്യാസമുള്ളൂ. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. നമുക്കൊരു മേലെടുത്തുണ്ട്, ഒരു അഡ്രസ് ഉണ്ടെന്ന് അറിയണം. ഒരു നല്ല അഡ്രസ് ഉള്ളവരാണ് പെന്തക്കോസ്തുകാര്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ. നമുക്ക് ഒരു അഡ്രസ് ഉണ്ട്. ശ്രദ്ധിച്ചാട്ടെ. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. 4 സേവരുള്ള 4 കൂട്ടത്തിന് പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുകയാ. സ്വന്തം കയ്യിൽ കൈകാലുകളിൽ ചങ്ങലയിട്ട് പൂട്ടപ്പെട്ടിരിക്കുകയാ. ഒരു ദൂതയുടെ ആ ഭാഗത്ത് ഞാൻ പറയാ, നിന്റെ വശത്ത് 1000 പേർ, നിന്റെ വലതുവശത്ത് 10,000 പേർ വീട്, എന്നാൽ അത് നിന്റെ അടുക്കൽ വരത്തില്ല. എത്ര പേർ രാമേൻ പറയാൻ തയ്യാറാണ്? പത്രോസിന്റെ ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. ഭക്തന്മാരുടെ ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. 2 ആമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായിട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ അത്ത രാത്രിയായപ്പോൾ അവരെ കയ്യെ പൂട്ടിയവർ, കാലിനെ പൂട്ടിയവർ, ആകത്തെ മനുഷ്യന് അവർക്ക് ബന്ധിക്കാൻ കഴിഞ്ഞില്ല. അത് തിളച്ചു മറിഞ്ഞപ്പോ കയ്യിലെ ബന്ധനം അഴിഞ്ഞു, കാലിലെ ബന്ധനം അഴിഞ്ഞു, അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും യേശുവിനെ അറിയാനിടയായി തീർന്നു. ഒരു നല്ല സ്തോത്രം പറയാമോ? എന്റെയും നിങ്ങളുടെയും കഠിന പീഡയുടെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ വെറുതെയല്ല, അത് മറ്റൊരു ആളിന്റെ വിടുതലിന് വേണ്ടിയാണെന്ന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് 5-ാമത്തെ വാക്യം ഇങ്ങനെ: പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഭ യാക്കോബ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോ
ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് യാക്കോബ് കൊല്ലപ്പെട്ടു. എന്നാൽ അത് മനസ്സിലാക്കിയ സഭ പത്രോസിനെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത് അവർ വട്ടമിട്ടിരുന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി. യാക്കോബിനെ കാരാഗ്രഹത്തിൽ അകപ്പെടുത്തിയപ്പോഴത്തേക്കും സഭ ഹേരോദാവിന്റെ മുഖത്തേക്ക് നോക്കി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹേരോദാവിന്റെ വാളിനെ അവർ ശ്രദ്ധിക്കാൻ തയ്യാറായി. കാരാഗ്രഹത്തെ അവർ നോക്കാൻ തയ്യാറായി. ഹേരോദാവിനെ ശ്രദ്ധിക്കാൻ തയ്യാറായി. എന്നിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിനകത്ത് പോയവരാരും പുറത്ത് വന്നിട്ടില്ല, പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരുത്തൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ ഒരു കൂടപ്പിറപ്പ്, ഒരു സഹവിശ്വാസി പിശാചിന്റെ കയ്യിൽ കിടന്ന് ഞെരിഞ്ഞ് അമർന്നപ്പോ ആമേൻ സഭ ഉണരാൻ തയ്യാറായി. സ്തോത്രം. ആ സാഹചര്യത്തിൽ സഭ ഹേരോദാവിനെയല്ല നോക്കിയത്, പ്രശ്നത്തെയല്ല നോക്കിയത്, കാരാഗ്രഹത്തെയല്ല നോക്കിയത്. മിന്നുന്ന അടുത്ത ദിവസം പത്രോസിന്റെ തല പോകാൻ ഹല്ലേലൂയ എടുത്തു വച്ചിരിക്കുന്ന വാളിലേക്ക് അവിടെ നോട്ടം പോയില്ല. അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നു. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. സഭ പ്രശ്നത്തെ കണ്ട് ഭയപ്പെടരുത്. സഭ വെല്ലുവിളി കണ്ട് ഭയപ്പെടരുത്. ആ പ്രശ്നത്തെ മാറ്റാൻ കഴിയുന്ന, പ്രതികൂലത്തെ മാറ്റാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രശ്നങ്ങൾ കെട്ടടങ്ങാൻ തയ്യാറാകും. എത്ര പേർക്ക് സ്വത്രം പറയാൻ കഴിയും? ഓ ഹല്ലേലൂയ. നമ്മുടെ കുഴപ്പം അതാ. അപ്പുറത്തെ ചേച്ചി ക്യാൻസർ വന്ന് മരിച്ചു. അതേ ക്യാൻസർ എനിക്ക്, ഞാനും ചാവും. ഒരു സ്വത്രം പറയാ. അപ്പുറത്തെ ചേച്ചി മരിക്കാൻ ദൈവത്തിന്റെ പദ്ധതി, നീ ജീവിക്കാൻ ദൈവത്തിന്റെ ഹിതം. എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. ചില മുഴകൾ അപ്രത്യക്ഷമാക്കാൻ ദൈവത്തിന് കഴിയും. ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ട്, ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ട്. ഈ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം ലഭിച്ച ആ കർത്താവിന്റെ ദാസൻ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അകത്ത് വന്ന് ഞങ്ങളുടെ കൊണ്ണിയൂര് ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. ഒരു നല്ല സ്വത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കാലത്ത് മാത്രമല്ല അത്ഭുതം, ഇന്നും അത്ഭുതം നടക്കുന്നു. ഈ കർത്താവിന്റെ ദാസനിലൂടെ എന്റെ കണ്ണുകൊണ്ട് കണ്ട എത്രയോ വിടുതലുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ ക്യാൻസർ വന്ന് മരിക്കും, ആ ദൈവത്തിന്റെ പദ്ധതി. ചിലർ രോഗം വന്ന് മരിക്കും, അത് ദൈവത്തിന്റെ പദ്ധതി. ചിലർ അപകടം വന്ന് മരിക്കും, അത് ദൈവത്തിന്റെ പ്ലാൻ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മരിക്കണമെന്നില്ല. ദൈവത്തിന് നമ്മളെ കുറിച്ച് മറ്റൊരു ഉദ്ദേശം ഉണ്ടാകണമെങ്കിൽ നാം ശ്രദ്ധയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകണം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ട് അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് എന്റെ ദൈവം അവരെ വിടുവിച്ചു. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ അടുത്തവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൂതൻ കാരാഗ്രഹത്തിനകത്തിറങ്ങി. ഒരു സ്വത്രം പറഞ്ഞാട്ട്, ഒരു സ്വത്രം പറഞ്ഞാട്ട്. പത്രോസ് പ്രാർത്ഥിച്ചെന്നല്ല പറഞ്ഞത്, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവൻ പ്രാർത്ഥിച്ചെന്നത് പറഞ്ഞത്. വിഷയം ഉള്ളവൻ കരഞ്ഞെന്നല്ല ആ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വിഷയം ഉള്ളവനെ ഓർത്ത്, വേദന ഉള്ളവനെ ഓർത്ത്, പ്രശ്നം ഉള്ളവനെ ഓർത്ത്, പ്രതികൂലം അനുഭവിക്കുന്നവനെ ഓർത്ത് ഒരു സഭ പ്രാർത്ഥിച്ചു. അപ്പോൾ യഹോവയുടെ ദൂതൻ കാരാഗ്രഹത്തിനകത്തിറങ്ങി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തെ ചലിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, ദൂതനെ ഇറക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥിക്കുന്നവന് പിശാചിന് ഭയമാണ്, പ്രാർത്ഥിക്കുന്നവന് മന്ത്രവാദിക്ക് പേടിയാണ്, പ്രാർത്ഥിക്കുന്നവന് ആ വിചാരകന് പേടിയാണ്. യേശുവിന്റെ നാമത്തെ പ്രാർത്ഥനയിൽ പെടുത്. ഓ ശാരമനധരധരമനപര
യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. വേറൊരാളിനോട് എത്താൻ പറ്റില്ല. നമുക്ക് എത്താൻ കഴിയാത്ത ഇടത്ത് എത്തുന്ന ഒരു ദൂതനുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന് ദൂത് പറയാ. ഇതിനകത്ത് ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയം കിടക്കുന്ന ഇടത്ത് മനുഷ്യൻ ഇറങ്ങാൻ പറ്റില്ല. ആത്മാവിന് രാത്രി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. വെട്ടേണ്ടതിന് സ്വർഗം വെട്ടിക്കൊണ്ടിരിക്കുകയാ. തകർക്കേണ്ടതിന് സ്വർഗം തകർത്തുകൊണ്ടിരിക്കുകയാ. നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ ആയുധമില്ലേ, അതിന്റെ മുന്നയെ തകർത്തുകൊണ്ട് നിനക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു ദൈവിക വിടുതൽ ആത്മാവിൽ കാണുന്നു. ദൈവജനത്തെ ഓർത്ത് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. വ്യത്യസ്ത ഇടങ്ങളിൽ ആത്മാവ് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ വിഷയം കിടക്കുന്ന രാജ്യത്ത് യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ഇറങ്ങുന്നത് കൊണ്ട് നിനക്ക് പകരം അഭിഷേകത്തെ അയക്കുന്ന, നിനക്ക് പകരം ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ കുനിഞ്ഞു നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ പഠിപ്പിക്കരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവിടെ 50,000 കിട്ടിയെങ്കിൽ എന്ന് സ്തോത്രം പറയണ്ട. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. കാരണം പണം ഉള്ളവൻ്റെ നോക്കി വെച്ചാൽ പറയുന്നത്, ഞാൻ നാളെ രാവിലെ അവിടെ ചോദിക്കുക, കർത്താവേ ഒരു 50 കിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ്റെ അടുത്ത് പോകാനാണ് നിയോഗം, അവിടെ പോ. ഒരു സ്തോത്രം പറ. അങ്ങനെ നിയോഗം നമുക്ക് ഉണ്ടാവാറില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ നിയോഗം വിധവയുടെ അടുക്കൽ പോകാനാ. ഏലിയാവിനെ കുറിച്ച് ഒരു സ്തോത്രം പറഞ്ഞേ. മറുത്തൊന്നും ചോദിച്ചില്ല. അവിടെ പോയപ്പോ ക്ഷാമം തീരുന്നത് വരെ പോറ്റാൻ ആ വിധവയിലൂടെ ദൈവത്തിന്റെ കരം നീട്ടി. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓരോരുത്തനും വഴി അടയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസ്തയോടെ നിന്നാ മാത്രം മതി. വചനത്തിന് നിന്നാ മാത്രം മതി. വേറെ ഒന്നിനും പോണ്ട. മിണ്ടാതിരുന്ന ദൈവം എന്നറിയാൻ പറ്റും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ ദൂതൻ എവിടെ അയച്ചു? ശ്രദ്ധിച്ച് പിള്ളേർ കളിക്കട്ടെ, നമുക്ക് ശ്രദ്ധിക്കാം. എവിടെ അയച്ചു? കാരാഗ്രഹത്തിനകത്ത് ആണ് ഞാൻ പറയുന്നത്. ദൂതൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ പഠിപ്പിക്കാൻ പോകരുത്. കർത്താവ് ഇതിനകത്തൊരു വിടുതൽ ദൈവം അയക്കണം. അത് തിരുഹിതമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിൻ്റെ വിചാരമേ നടക്കൂ, ദൈവത്തിൻ്റെ ആലു നടക്കൂ, ദൈവത്തിൻ്റെ പദ്ധതി നടക്കൂ. അതുകൊണ്ട് ദൈവത്തിന് റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ബൈജു ബാലകൃഷ്ണൻ പാസ്റ്റർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതേ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ റൂട്ട് 2 ആയിരിക്കും, പദ്ധതി 2 ആയിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞ് ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ദൂതൻ ഇറങ്ങി. ഇനി ഈ ദൂതന്റെ ശക്തി അറിയണ്ടേ? അശൂർ രാജ്യത്തിലെ ഒറ്റ ദൂതൻ 1,85,000 എണ്ണത്തെ ഒറ്റ രാത്രി കൊണ്ട് തട്ടിക്കളഞ്ഞു. നിങ്ങളൊരു ആമേനൊന്നും പറഞ്ഞില്ലല്ലോ. സ്വത്ര രാത്രി ഇങ്ങനെ വന്ന് നിന്നേച്ച് പറയും എന്നെയും കൊണ്ടേ ഞാൻ പോകുന്ന. അപ്പൊ പറയണം ഹല്ലേലൂയ, എനിക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയും? ഞാൻ നിന്നെ ഭയപ്പെടില്ല, ദുഷ്ടപിശാചേ എന്നെ വിട്ടു പോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ആർജിച്ചെടുക്കുന്ന ഉപവാസ പ്രാർത്ഥനയായി ഈ ഉപവാസ പ്രാർത്ഥന മാറട്ടെ. പിശാചിനെ കണ്ട് ഭയപ്പെട്ട്, അവന്റെ കോലം കണ്ട് ഭയപ്പെട്ട് അറയ്ക്കകത്ത് ഒളിക്കാനല്ല, അവനോട് എതിരിട്ട് പിശാചിനെ തോൽപ്പിക്കുന്ന ദൈവമക്കളായി മാറേ. ഈ ഉപവാസ പ്രാർത്ഥന ഹേതുവായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇനി ശ്രദ്ധിക്കണം. ദൂതൻ വന്നെങ്കിൽ ദൂതന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, ദൂതനെ അയച്ചവൻ ഇഷ്ടം ചെയ്യാനാ വന്നേ. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൂതൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്റെ പരിപാടി നടക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കൂ.
ദൈവത്തിന്റെ പത്തി നടക്കൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ആ മെസ്സേജ് അയച്ചിട്ട് ആ ദൂതൻ വന്നത്. ഒരു മെസ്സേജ് ദൂതന്റെ കയ്യിലുണ്ട്. അത് നിവർത്തിക്കുക എന്നുള്ളതാണ് ദൂതന്റെ ലക്ഷ്യം. ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ടെ. പാസ്റ്റർ തക്ക സമയത്ത് വന്നില്ലെങ്കിലും നീ മുഴങ്കാൽ മുടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി നിന്നെ തൊട്ടാൽ അന്ന് രാത്രി നിനക്ക് സൗഖ്യം വരും. ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ കാരാഗ്രഹത്തിനകത്ത് വെളിച്ചം പ്രകാശിക്കും. ഒരു സ്വത്രം പറഞ്ഞേ. ദൂതൻ ഇറങ്ങിയാൽ ഇരുട്ട് മാറും, കാരാഗ്രഹത്തിൽ വെളിച്ചം പ്രകാശിക്കും. സ്വത്രം. വെളിച്ചം ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയാൻ പറ്റില്ല. എവിടാ നിപ്പൊന്നും അറിയാൻ പറ്റില്ല. ഒരു നല്ല സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് കർത്താവ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. ആരെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ച് ആ പ്രകാശത്തിലേക്ക് വരാൻ തയ്യാറാകട്ടെ. ഓ ഹല്ലേലൂയ. പ്രകാശത്തിൽ നിന്ന സമയത്ത് വെളിപ്പാടുണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു. പ്രതികൂലമുണ്ടെങ്കിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്നെ തോൽപ്പിക്കാൻ ദൂഢമണ്ഡലത്തിന് കഴിയില്ല. ഈ രോഗത്തിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അവൻ ഈ കടഭാരത്തിന് എന്നെ മുക്കിക്കളയാൻ പറ്റില്ല. എന്റെ ബിസിനസിനെ തകർത്താൽ ഇനിയും ഞാൻ മേളിലേക്ക് വരുമെന്ന ഒരു ദർശനവും വെളിപ്പാട് അവൻ കാഴ്ചപ്പാടുമൊക്കെ അവൻ വെളിച്ചത്തിലായിരുന്നപ്പോ ദൈവജനത്തിനുണ്ടായിട്ടുണ്ട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ചില ഇരുട്ടുകൾ മാറണമെങ്കിൽ, വെളിച്ചം മാറണമെങ്കിൽ ദൂതൻ ഇറങ്ങണം. ദൂതൻ ഇറങ്ങണമെങ്കിൽ പ്രാർത്ഥന ഉയരണം. പ്രാർത്ഥന ഉയരണം. ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ വെളിച്ചത്തിലൂടെയാണ് മുമ്പിലേക്ക് പോകേണ്ടത്. സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിന് കിടക്കുന്നു, ഉറങ്ങുന്നു എന്നാ പറയുന്നത്. കാഴ്ചപ്പാട് കൊണ്ടോ എനിക്കറിയില്ല. അതോ ദൈവം കൊടുത്ത വാഗ്ദത്തം മുറുകെ പിടിച്ച് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിപ്പിക്കുമാറാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണോ ആ കിടപ്പെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സഭ പ്രാർത്ഥിച്ചപ്പോ ദൂതൻ ഇറങ്ങി ആമേ കാരാഗ്രഹത്തിന്റെ അന്ധകാരം അങ്ങ് മാറി. സ്വത്രം. ഇരുട്ട് മാറണമെങ്കിൽ, പ്രകാശം വരണമെങ്കിൽ ദൂതൻ ഇറങ്ങണം. ദൂതൻ ഇറങ്ങണം. ദൂതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം. ദൂതുവാഹിയാണ് ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ദൂതൻ ബെഥെസ്ദ കുളത്തിനകത്ത് വന്ന് കുളം കലക്കിയാൽ അത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. ഒരു സ്വത്രം പറയാൻ എത്ര പേര് ഇതിനകത്തുണ്ട്? സമയമില്ല, ഞാൻ ഓടിച്ചു പോവുക. ഹല്ലേലൂയ. അവിടെ അതിനകത്ത് ദൂതൻ വന്നു, വെളിച്ചം പ്രകാശിച്ചു. അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് അവനെ വിലാപ്പുറത്ത് തട്ടി. ഒരു സ്വത്രം പറഞ്ഞ്. ദൂതൻ വന്നത് പത്രോസ് അറിഞ്ഞില്ല, വെളിച്ചം വീശിയതും പത്രോസ് അറിഞ്ഞില്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. തട്ടിയപ്പോ അവൻ ഉണർന്നു. ചിലർ എത്ര തട്ടിയാലും ഉണരാത്ത ആളുകളുണ്ട്. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ? എണീക്കടാ സ്വത്രം. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഇതാരെന്നറിയാമോ? ഉറക്കം നടിക്കുന്നവരാണ്. ശരിക്കും ഉറങ്ങുന്നവർ ഒറ്റ വിളിച്ചാൽ എണീക്കും. ഒരു സ്വത്രം പറഞ്ഞാട്ട്. ഇവിടെ അവനെ വിലാപ്പുറത്ത് തട്ടിയെന്ന് പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. എന്നെ നിങ്ങളെ തട്ടേണ്ടത് എവിടെയാണെന്ന് തമ്പുരാൻ എന്നുള്ളത് അറിയാം. ഒരു സ്വത്രം പറഞ്ഞാട്ട്. ഒരു നല്ല സ്വത്രം പറഞ്ഞ് അതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ. ഞാൻ ചിലതൊക്കെ കുറിച്ച് പറയിക്കൊണ്ട് അതും നോക്കണില്ല, അവിടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന മാത്രം ഞാൻ പറഞ്ഞു പോവുക. നമ്മളെ ശരിയാക്കേണ്ട വിധം എന്തെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഈ കൃപയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോകരുത്. പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്, വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. ദൈവിക പ്രകാശത്തിൽ നിന്ന് നീ മാറിപ്പോകരുത്. ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതാണെങ്കിൽ ദൈവം പിന്തുടർന്നിരിക്കും. ദൈവം നല്ല പുറകെ കണ്ടിരിക്കെ അവൻ നിന്നെ മടക്കി പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് തട്ടി ഉണർത്തി നിന്നെ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തട്ടി അവനെ ഉണർത്തി. ഈ 7-21 നടക്കുന്നത് നമ്മളെ തട്ടാൻ വേണ്ടിയാ. ഹല്ലേലൂയ.
അവിടെ നിന്ന് ഇവിടെ നോക്കുക, പ്രസംഗകരെ കൊണ്ടുപോകണം തട്ടാൻ വേണ്ടിയാ. വചനത്തിലൂടെ തട്ടും, ചിലപ്പോൾ കുത്തും. ഒരു സ്വത്രം പറ. ബൈജു പാസ്റ്റർ തട്ടിയാലും കുത്തിയാലും അല്ലേ പണക്കമുള്ളൂ. ഞങ്ങളൊക്കെ കുത്തിയ ഒരു കുഴപ്പമില്ല. ഒരു സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഒരു നല്ല സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം. ഇവിടെ 21 ദിവസം 42 മെസ്സേജ് കേൾക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ ദൂത് നിങ്ങളോടുള്ള ആലോചനയാണ്, നിങ്ങളോടുള്ള ദൈവിക സന്ദേശമാണ്. മാനം തിരിഞ്ഞോണം, മാനസാന്തരപ്പെട്ടോണം. ആമൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആമ എന്നൊന്നും പറഞ്ഞ് അഹങ്കരിക്കരുത്. വചനത്തിന് മുമ്പാകെ താഴാൻ തയ്യാറായിക്കോണ. ഏറ്റുപറയേണ്ടിടത്ത് ഏറ്റുപറയാൻ തയ്യാറായിക്കോണ. അനുദപിക്കേണ്ടിടത്ത് അനുദപിക്കാൻ തയ്യാറായിക്കോണ. വിട്ട് പിരിയേണ്ട ബന്ധങ്ങൾ വിട്ട് പിരിയാൻ തയ്യാറാകണം. തട്ടുന്നതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ, ദൈവത്തിന്റെ ദാസന്മാരിലൂടെ. ഓരോ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഇവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ ദൂത് നമ്മെ തട്ടി ഒന്ന് ശരിയാക്കുന്നതാണ്. ഓ ഹല്ലേലൂയ. ഈ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന കമ്പി സൗകര്യം പോലെ ഇട്ട് പില്ലർ പണിയെ കഴിക്കാൻ പില്ലറിനകത്ത് ഇടാൻ പറ്റില്ല. അതിനെ തട്ടി ഷേപ്പ് ചെയ്യും. ഇന്നത്തെ പണിക്കാരുടെ കാര്യം എനിക്കറിയാം, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞ. സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് ഒപ്പീര് പരിപാടി, അതാ 6 വർഷം കഴിയുമ്പോഴത്തേക്കും പൊത്തം കിടക്കുന്നത്. ഓ ഹല്ലേലൂയ. സ്വത്രം 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 സ്വത്രം. അത് ശരിക്കും തട്ടി ഒന്ന് ലെവലാക്കിയാൽ അവൻ ഉടമസ്ഥൻ ഒരു കാര്യം അറിയാം. ഹല്ലേലൂയ. പെട്ടെന്നൊന്നും ഇത് തകർന്നു പോകത്തില്ല. അതുകൊണ്ടാ തമ്പുരാൻ തട്ടുന്നേ. വചനം കൊണ്ട് തട്ടുമ്പോ മനം തിരിഞ്ഞോണം. ദൂത് വരുമ്പോ പുറകിലോട്ട് പോട്ടെന്ന് പറയണ്ട, സൈഡിലോട്ട് പോട്ടെന്ന് പറയണ്ട. എന്നോടുള്ളതാണെങ്കിൽ അത് ഏറ്റെടുത്ത് കരയാൻ തയ്യാറാകണം, അനുദപിക്കാൻ തയ്യാറാകണം, ഏറ്റുപറയാൻ തയ്യാറാകണം, മടങ്ങി വരാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ബിലാപ്പുറം തട്ടി. എന്നിട്ട് എന്താ പറഞ്ഞേ? വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. വേഗം എഴുന്നേൽക്ക. എവിടെ വീണിരിക്കണമെന്ന് അറിയണം. സ്വത്രം പറഞ്ഞാട്ട്. ചില ദശാംശം കൊടുക്കൂല. ഞാൻ നേരത്തെ കുറെ കാര്യം പറഞ്ഞു, ഇതൊക്കെയാണ് അത്യാവശ്യം പറയേണ്ടത്. സ്വത്രം പറഞ്ഞേ. പള്ളിയിൽ വരും, ഉപവാസ പ്രാർത്ഥന. പിന്നെ പാസ്റ്റർ UK പോയിട്ട് വന്നതല്ലേ, 21 നടത്താനുള്ള കപ്പാസിറ്റിയൊക്കെ പാസ്റ്ററിൽ ഇപ്പോൾ ഉണ്ടെന്ന്. ഒരു സ്വത്രം പറ. എൻ്റെ പൊന്നപ്പാ, ഞാൻ ബൈജു പാസ്റ്റർക്ക് വേണ്ടി പ്രസംഗിക്കുന്നതല്ല, എനിക്ക് വേണ്ടിയും പ്രസംഗിക്കുന്നതല്ല. സ്വതന്ത്രലൂയ വചനം ഞാൻ പ്രസംഗിക്കുകയാണ്. വില കൊടുക്കാത്ത യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. വീണ് കിടക്കണമെങ്കിൽ എണീറ്റോണം. ഒരു സ്വത്രം പറഞ്ഞ് ആദ്യ ഫലം ദൈവത്തിനുള്ളത്. നേർച്ച നേർന്നാൽ നിവർത്തിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണം. കൊടുത്താൽ അനുഗ്രഹം ദൈവം തരും. പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ തരില്ല, അവൻ സ്വർഗത്തിലെ ദൈവം തരും. അത് അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് കണ്ടവന്റെ മടിയിലല്ല, കൊടുത്ത നിന്റെ മടിയിൽ തരാൻ ആ ദൈവം വിശ്വസ്തൻ. ഞങ്ങളുടെ അസംബ്ലീസ് കോഡില് ഒരു റോബിൻസൺ പാസ്റ്റർ ഉണ്ട്, പ്രവാചകൻ റോബിൻസൺ എന്നാണ് ഞങ്ങൾ അസംബ്ലീസ് കോഡിൽ പറയുന്നത്. അദ്ദേഹം പണ്ട് പ്രസംഗിച്ച ഒരു ഭാഗം പോവല്ല, ഞാൻ ഇപ്പം നിർത്താൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, പണ്ട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ഉപദേശിക്ക് വേണോ വേണ്ടയോ എന്ന് നീ അറിയേണ്ടതില്ല. പുളിച്ചിക്ക മരത്തിൽ പുളിച്ചിക്ക കാച്ച ഒരു വട്ടിയോ 2 വട്ടിയോ കൊണ്ടുവന്ന് മിഷൻ വീടിന്റെ മുമ്പിൽ അങ്ങ് തട്ടിക്കൊടു. അദ്ദേഹം എടുത്ത് ചവറ്റുകുട്ടയിലിട്ട അതിന് നിനക്ക് പ്രതിഫലം തരും എന്നാണ് ആ പ്രവാചകൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു നാരങ്ങ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചൊവ്വാറ് കൊണ്ണീര് പഠിപ്പിച്ചു. എനിക്ക് ശമ്പളമാണ്, ഈ ശമ്പളമാണെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചേ പറ്റുള്ളൂ നമുക്ക്. ഒരു സ്വത്രം പറ. ഹല്ലേലൂയ. ഒരു നാരങ്ങയും കൊണ്ട് വന്നിട്ട് പറ ആദ്യ ഫലമാണെന്ന്. അവർക്ക് ആദ്യ ഫലം എന്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു ഇതുവരെ. ഒരു സ്വത്രം പറയുന്നേ. ഓ ഹല്ലേലൂയ. ഒരു പേരയ്ക്ക് കൊണ്ടുവരും. ഒരു സ്വത്രം പറഞ്ഞേ, ആ ദൈവത്തിനുള്ളതാണെന്ന്. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റോളാം. പ്രാർത്ഥനയിൽ വീണ് കിടക്കുന്നെങ്കിൽ, ആരാധനയിൽ വീണ് കിടക്കുന്നെങ്കിൽ, ഈ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ വീണ് കിടക്കുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പാപപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ വീണ് കിടക്കുന്നെങ്കിൽ അവിടെ നിന്നൊന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഓ ഹല്ലേലൂയ. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു?
ഉണർത്തി അവനെ ഉണർത്തി. ഉടനെ ഒരു സ്വതന്ത്രം പറഞ്ഞേ, പോ എന്ന് പറഞ്ഞില്ല, ശാസിച്ചില്ല, ആമേൻ സ്വതന്ത്രമല്ലൂയ വിട്ടുപോന്ന് പറഞ്ഞില്ല, ആമേൻ തലയിൽ കുലുക്കിയില്ല, സ്വതന്ത്രമല്ലൂയ അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിയും ചെയ്തില്ല. പത്രോസ് ദൂതം പറഞ്ഞത് കേട്ടപ്പോ അവന്റെ കയ്യിലെ ചങ്ങല അഴിഞ്ഞു. ഒരു സ്വത്രം പറയാമോ? നിങ്ങളെ നടത്തുന്നവരാണ് ദൈവത്തിന്റെ ദൂതന്മാർ. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ദൈവത്തിന്റെ ദൂതൻ. ആ ദൈവത്തിന്റെ ദൂതൻ പറയുന്നത് കേട്ട് അനുസരിക്കാൻ തയ്യാറായേ അവ ഏത് ബന്ധനവും അടിയും.